ഗണേശായ നമഃ. നമസ്കാരം. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. പഞ്ചാംഗത്തിലെ തിഥി നമ്മുടെ മാനസികാവസ്ഥയെയും ഊർജത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു എന്നതാണ് ഒരു പ്രധാന വസ്തുത. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച 2026 ജൂലൈ 17. ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥിയാണ്. തൃതീയ തിഥി പുതിയ സംരംഭങ്ങൾക്കും ഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ്. മകം നക്ഷത്രമാണ് ഇന്ന്. ഇത് നേതൃത്വ ഗുണവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. പുലർച്ചെ 1:22 വരെ സിദ്ധിയോഗമുണ്ട്. ഇത് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:51 സൂര്യാസ്തമയം വൈകുന്നേരം 7:15 രാവിലെ 10:52 മുതൽ ഉച്ചയ്ക്ക് 12:33 വരെ. രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17, 2026 വെള്ളിയാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവത്തിൽ, അതായത് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വളരെ ശാന്തവും സമാധാനപരവുമായ ഒരു ദിവസമായിരിക്കും. പതിവുള്ള തിരക്കുകളും സമ്മർദ്ദങ്ങളും ഇന്ന് കുറഞ്ഞു നിൽക്കും. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ തൽക്കാലം മാറ്റിവെച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും സ്വയം മനസ്സിലാക്കാനും ഇന്ന് നല്ലൊരു ദിവസമാണ്. ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സ്വാധീനം മൂലം പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഇന്ന് ഇളം നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം മൂലം ചില മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അതിനാൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രകൃതിയുമായി ഇണങ്ങി സമയം ചെലവഴിക്കുക. ഇന്ന് ഏതെങ്കിലും ചെടിക്ക് വെള്ളമൊഴിക്കുകയോ പൂന്തോട്ടത്തിൽ ശാന്തമായി ഇരിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ ക്ഷമയാണോ അതോ വേഗത്തിലുള്ള തീരുമാനങ്ങളാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും സർഗാത്മകതയും വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ചിങ്ങം രാശിയിലും മകം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ കലാപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളുടെ രാശിനാഥനായ ക്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് നിങ്ങളെ കൂടുതൽ ആകർഷകവും ഊർജ്ജസ്വലവുമാക്കും. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് അവസരവും പ്രയോജനപ്പെടുത്തുക. കാരണം ഏത് പ്രശ്നത്തിനും സർഗാത്മകമായ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെയും പ്രായോഗിക ബുദ്ധിയെയും ഒന്നിപ്പിക്കുക. അതാണ് ഇന്നത്തെ വിജയത്തിൻ്റെ താക്കോൽ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കുക. കാരണം ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളെ അല്പം വാശിപിടിക്കുന്നവരാക്കി മാറ്റിയേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തോടൊപ്പം പുതിയ കാര്യങ്ങൾ പറ്റിയ ദിവസമാണ്. ഏകാഗ്രത വർദ്ധിക്കും.
എങ്കിലും ശ്രദ്ധ തെറ്റാതെ നോക്കണം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പ്രണയാഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമാണ്. ഗൃഹിണിമാർക്ക് വീട് അലങ്കരിക്കാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ഇന്ന് സമയം കണ്ടെത്താം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം കാണിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് വൈകുന്നേരം 5 മുതൽ രാത്രി 8 വരെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ ഉത്തമമാണ്. ഇന്നത്തെ പുണ്യകർമ്മമായി പക്ഷികൾക്ക് തീറ്റയോ വെള്ളമോ നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജത്തെ അകറ്റും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ചാരനിറമാണ്. രാഹുവിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ മനസ്സിന് ശാന്തി ലഭിക്കാൻ ധ്യാനിക്കുക. കഴിയുമെങ്കിൽ അല്പം വിശ്രമിക്കുക സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയുന്നു. കുടുംബാംഗങ്ങളുടെ സ്നേഹവും പിന്തുണയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം കുടുംബത്തോട് തുറന്നു പറയാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരി കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. യുവാക്കൾക്ക് പ്രണയം തുറന്നു പറയാൻ നല്ല ദിവസമാണ്. എങ്കിലും വെണ്ടുച്ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട് സന്തോഷകരമാക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിഭാരം കുറവായിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ഒരു പുണ്യകർമ്മമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മ ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് ധ്യാനം ശീലിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ അടുത്തിടെയുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങളുടെ കൂടെ നിന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഇന്ന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കും. അവരുടെ സ്നേഹം തിരിച്ചറിയാനും അത് തിരികെ നൽകാനും ഇന്ന് നിങ്ങൾ തയ്യാറാകും. എന്നാൽ ശ്രദ്ധിക്കുക, ചിങ്ങം രാശിയിലെ ചന്ദ്രൻ ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം നൽകിയേക്കാം. അതിനാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വിനയം കൈവിടരുത്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്. യുവാക്കൾക്ക് പ്രണയം തുറന്നു പറയാൻ പറ്റിയ സമയമാണിത്. വീട്ടമ്മമാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാം. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. ബിസിനസ്സുകാർക്ക് പഴയ ബന്ധങ്ങൾ ഗുണം ചെയ്യും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം തിളക്കമുള്ള ഓറഞ്ചാണ്. രാവിലെ 9:30 മുതൽ 10:30 വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. പഴയ സുഹൃത്തുക്കളെ വിളിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വലിയൊരു പുണ്യമായിരിക്കും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ സുഹൃത്ത് ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് ചില വെല്ലുവിളികളും നേട്ടങ്ങളും നിറഞ്ഞ ദിവസമാണ്. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ
ലക്ഷ്യങ്ങളും കടമകളും തമ്മിലുള്ള ഒരു സംഘർഷം അനുഭവപ്പെടാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം സാമ്പത്തിക നേട്ടങ്ങളിലൂടെ ഇന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം ഇന്ന് ലഭിക്കും. നിങ്ങൾ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ജോലികൾക്കിടയിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇന്ന് അല്പം വിവേകത്തോടെയും സൗമ്യതയോടെയും പെരുമാറിയാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. മുതിർന്നവർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഇന്ന് കടും നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ശനിയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ ധ്യാനം ശീലിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ നൽകിയിരിക്കുന്ന QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17, 2026 വെള്ളിയാഴ്ച നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിക്കും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ തീർക്കാനും ഇന്ന് ശ്രമിക്കുക. എന്നാൽ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നത് നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലാക്കിയേക്കാം. അതിനാൽ കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തയക്കങ്ങൾക്ക് പോകരുത്. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം. മുതിർന്നവർക്ക് ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിനാൽ കൃത്യമായ വ്യായാമം ശീലിക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെയാണ് ശുഭസമയം. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വ്യായാമം ചെയ്യുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഗുണം ഏതാണെന്ന് നിങ്ങൾ കരുതുന്നു? കമന്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് വഴി സംഭാവന നൽകുക. അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് ക്ഷമയുടെയും വിവേകത്തിന്റെയും ദിവസമാണ്. ചന്ദ്രൻ ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൽ അല്പം അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഇന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പലരും നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നതിന് പകരം നിങ്ങളുടെ നയതന്ത്രജ്ഞതയും സംസാരശേഷിയും ഉപയോഗിക്കുക. ശാന്തമായി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികളിൽ തിടുക്കം കാണിക്കാതെ ശാന്തമായി കാര്യങ്ങൾ ചെയ്യുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ആരുമായും തർക്കത്തിന് പോകരുത്. നിങ്ങളുടെ വിനയമായിരിക്കും നിങ്ങളുടെ വിജയം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ശാന്തമായ സംഗീതം കേട്ടുവൻ അത് ശാന്തമാക്കുകയും ചെയ്യുക. ഇന്ന് ബീജ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മുതൽ 8 വരെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഇന്ന് ആരുമായും കഠിനമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യകർമ്മം. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നത് ഒരു വലിയ ശക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ,
ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെയും മനസ്സിനെ ശാന്തമാക്കുന്നതിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് സിംഹം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനവും ആത്മീയതയും ശീലിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അനുകൂലമായ ദിവസമാണ്. കാരണം ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് ജോലിസ്ഥലത്തും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വൈകാരികമായ സന്തുലിതാവസ്ഥ ആവശ്യമാണ്. ഗൃഹിണിമാർക്ക് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് മഞ്ഞ കലർന്ന ചുവപ്പ് അഥവാ മറൂൺ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മുതൽ 7 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ഇന്നൊരു പുണ്യകർമ്മമായി മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുക. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആരെയാണ് ഓർക്കുന്നത്? കമൻ്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായതും ഭാഗ്യം നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് സിംഹം രാശിയിൽ മകം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകറ്റി വലിയൊരു മാനസിക ശാന്തി നൽകും. സാമ്പത്തികമായി ഇന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ പുതിയൊരു കഴിവ് അല്ലെങ്കിൽ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഈ പുതിയ അറിവ് ഭാവിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ 11 മണി മുതൽ 12 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ തീരുമാനങ്ങളോ എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് അല്പം പ്രതികൂലമായേക്കാം. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ ഇന്ന് ആരുമായും തർക്കങ്ങളിലോ അനാവശ്യ സംസാരങ്ങളിലോ ഏർപ്പെടരുത്. ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിച്ചേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാകും? വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. മകം നക്ഷത്രത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. അല്ലാത്തപക്ഷം അനാവശ്യമായ വഴക്കുകൾ ഉണ്ടായേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾക്കായി അല്പം സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അവ തിരിച്ചറിയാൻ ശ്രമിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് വെള്ളമോ തണുത്ത പാനീയമോ നൽകുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ശാന്തി നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ മുന്നേറാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ കുംഭൻ രാശിക്കാരെ, ഇന്ന് 17 ജൂലൈ നിങ്ങൾക്ക് ശ്രദ്ധാകേന്ദ്രമാകുന്ന ദിവസമാണ്. ചന്ദ്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും അംഗീകാരവും പ്രശംസയും ലഭിക്കും. നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും ഇന്ന് ഫലം കാണും. എന്നാൽ ശ്രദ്ധിക്കുക, അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരം നിങ്ങളുടെ കാര്യങ്ങൾ വഷളാക്കിയേക്കാം. അതിനാൽ വിനയം കൈവിടരുത്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ദിവസമാണ്.
എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. യുവാക്കൾക്ക് ഇന്ന് പ്രണയത്തിലും സാമൂഹിക ജീവിതത്തിലും നല്ല അവസരങ്ങൾ ലഭിക്കും, പക്ഷേ സംസാരത്തിൽ ശ്രദ്ധ വേണം. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തിൽ നിന്നും നല്ല അംഗീകാരം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുണ്ടാകും. എന്നാൽ ആരുമായും തർക്കത്തിന് നിൽക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വലിയൊരു പുണ്യമായി കരുതുക. ഒരു ചോദ്യം: ജീവിതത്തിൽ പണമാണോ അതോ സമാധാനമാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുകയോ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുകയോ ചെയ്യുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 17 നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ കഴിയുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ സിംഹം രാശിയിൽ മകം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിനെ വളരെ ശാന്തവും സന്തോഷകരവുമാക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഏത് പ്രശ്നവും ഇന്ന് പരിഹരിക്കപ്പെടും. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. വീട്ടിലെ അന്തരീക്ഷം വളരെ പോസിറ്റീവായിരിക്കും. ഇന്ന് സ്നേഹം പങ്കുവെക്കേണ്ട ദിവസമാണ്. അതിനാൽ ആരുമായും തർക്കങ്ങൾക്ക് നിൽക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. എന്നാൽ ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് ആർക്കും വലിയ തുക കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയുണ്ടാകും. എന്നാൽ ശ്രദ്ധ വ്യതിചലിക്കാതെ നോക്കണം. ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ബിസിനസ്സുകാർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ തന്നെ നല്ല ഭക്ഷണം പാകം ചെയ്ത് അർഹരായവർക്ക് നൽകുക. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പ്രത്യേക ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് എന്താണ്? പണമോ, കുടുംബമോ അതോ സമാധാനമോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ സഹായിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും മതി.